രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥകൾക്ക് കാവൽ നിൽക്കേണ്ടിരുന്ന ജഡ്ജിമാർ തട്ടിപ്പ് സംഘത്തിലെ തലവന്മാരാകുന്ന അവസ്ഥവിശേഷം നാടിനെ വല്ലാതെ ആശങ്കപ്പെടുത്തുകയാണ്. ജഡ്ജിയുടെ വീട്ടിൽ നിന്നും അനധികൃതമായി കോടിക്കണക്കിന് രൂപയുടെ നോട്ടുകെട്ടുകൾ കണ്ടെത്തുക, അത് കണ്ടെത്തിയ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുക, അതിനുശേഷം ആ വീട്ടിൽ തന്നെ നോട്ടുകെട്ടുകൾ കത്തിച്ച നിലയിൽ കാണുക, ഇതെല്ലാം ആ ജഡ്ജി രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ വിറ്റുണ്ടാക്കിയ പണമാണ് എന്ന് ഓർക്കണം. അത് സുപ്രീം കോടതി തന്നെ കണ്ടെത്തി കഴിഞ്ഞു. എന്നിട്ടും ആ ജഡ്ജിയെ ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇന്ന് ഈ രാജ്യത്ത് നടക്കുന്നത്. തട്ടിപ്പ് നടത്തിയും നിയമങ്ങളെ വളച്ചൊടിച്ചും സഹായിച്ചവർക്ക് MP സ്ഥാനം നൽകുന്ന പാർട്ടിയാണ് രാജ്യം ഭരിക്കുന്നത്. എന്നാൽ ഇതിന് മറുപടി പറഞ്ഞേ മതിയാകൂ. കാരണം ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും പണം കണ്ടെത്തിയത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ടും അനുബന്ധ രേഖകളും സുപ്രീം കോടതി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ആരോപണത്തിൽ കഴമ്പുണ്ട് എന്നും ആഴത്തിലുള്ള അന്വേഷണം ആവശ്യമാണെന്നും സുപ്രീം കോടതിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ജഡ്ജിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ കത്തിക്കരിഞ്ഞ നോട്ടുകളുടെ ചിത്രവും റിപ്പോർട്ടിലുണ്ട്. സ്റ്റോർ റൂമിൽ നിന്നും കണ്ടെത്തിയ നോട്ടുകെട്ടുകൾ കത്തിയ നിലയിലാണുള്ളത്. ആരോപണം നിഷേധിച്ചുകൊണ്ടുള്ള ജസ്റ്റിസ് വർമ്മയുടെ മറുപടിയും റിപ്പോർട്ടിലുണ്ട് താനും. 15 കോടിയോളം രൂപയുടെ നോട്ടുകെട്ടുകളാണ് കണ്ടെത്തിയതെന്നും കരുതുമ്പോൾ നികുതികൾ സംബന്ധിച്ച കേസുകൾ കൂടുതൽ കൈകാര്യം ചെയ്യുന്ന ജഡ്ജിയുടെ പിന്നിലുള്ള വമ്പന്മാർ ആരെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. അതാണ് സർക്കാർ തേടാൻ മടിക്കുന്ന രാജാവായി ജഡ്ജി വർമ്മ വാഴുന്നത്. UPയിലെ ഒരു വൻകിട പഞ്ചസാര മില്ലിൽ നിന്നും ക്രമക്കേട് കണ്ടെത്തി കോടികൾ തട്ടിയെടുത്ത കേസിലെ പ്രതിയാണ് ഈ ജഡ്ജി വർമ്മ. CBIയുടെ മുമ്പാകെ ആ കേസ് നിലനിൽക്കുന്നുമുണ്ട്. അത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടും ജഡ്ജിയെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ ഭരണകൂടമാണ് എന്നതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത്. ഒരു പൗരന്റെ അവസാനത്തെ ആശ്രയം അവിടുത്തെ നിയമ സംവിധാനങ്ങൾ തന്നെയാണെന്നിരിക്കവേ അതിനെ വിൽപ്പനക്കാരനാക്കി തുടങ്ങിയാൽ ആ രാജ്യം തകർന്നു എന്ന് തന്നെയാണ് അർത്ഥം. രാജ്യം ഭരിക്കുന്നവരുടെയും അവരെ സംരക്ഷിച്ച് നിർത്തുന്ന വൻകിട കുത്തകകളുടെയും സംരക്ഷണത്തിൽ നിൽക്കുന്ന ജസ്റ്റിസ് വർമ്മയെ പോലുള്ളവരെ തൊടാൻ സുപ്രീം കോടതി തന്നെ ഭയക്കുന്നുണ്ടോ എന്ന് ജനങ്ങൾ സംശയിച്ചു തുടങ്ങിയിരിക്കുകയാണ്. എങ്കിലും സുപ്രീം കോടതി ചിലതൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ വസതിയോട് ചേർന്നുള്ള സ്റ്റോർ റൂമിൽ നിന്നും നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവം പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു, ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് GS സന്താവാലിയ, മലയാളികളുടെയും കർണാടക ഹൈക്കോടതി ജഡ്ജിയുമായ അനു ശിവരാമൻ എന്നിവരുടെ സമിതി അന്വേഷിക്കും. ജസ്റ്റിസ് വർമ്മയെ ജുഡീഷ്യൽ ജോലികളിൽ നിന്നും മാറ്റി നിർത്തുവാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നിർദ്ദേശിച്ചിരിക്കുന്നു. ഇതൊക്കെ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതിനെല്ലാം മുകളിൽ പറക്കുന്നവർ ഈ അന്വേഷണമെല്ലാം അട്ടിമറിക്കുമെന്ന ആശങ്കയിലാണ് ജുഡീഷ്യറി തന്നെയുള്ളത്. കാരണം ജഡ്ജിയുടെ വീട്ടിൽ നിന്നും പണം കണ്ടെത്തി എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഡൽഹി അഗ്നി രക്ഷാസേന മേധാവി അതുൽ ഖാർഗക്ക് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പിന്നീട് നിലപാടുകൾ മാറ്റി. ഡൽഹി ഹൈക്കോടതിയിലെ മുതിർന്ന രണ്ടാമത്തെ ജഡ്ജിയായ വർമ്മയുടെ വസതിയിൽ നിന്നും പണം കണ്ടെത്തിയെന്ന വാർത്തകൾ പുറത്തു വന്നതോടെ ഞെട്ടിയത് രാജ്യത്തെ നിയന്ത്രിക്കുന്ന വമ്പൻ കോടീശ്വരന്മാർ തന്നെയാണ്. അവരുടെ കളി ആരംഭിച്ചതോടെ ഒരാൾക്കും സത്യം പറയാൻ ധൈര്യം വന്നില്ല എന്നതാണ് സത്യം. എന്തായാലും രാജ്യത്തെ നിയമ സംവിധാനത്തെ വിറ്റുണ്ടാക്കിയ കാശ് കത്തിച്ചു കളഞ്ഞ നിയമ സംവിധാനത്തെ തന്നെ കത്തിച്ചതിന് തുല്യമാണ്. ഭരണകൂടം ജഡ്ജി വർമ്മയുടെ കൂടെയെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി സുപ്രീം കോടതിയിൽ പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരിക്കാം എന്ന ഒറ്റ വഴിയുള്ളൂ ഈ രാജ്യത്തിന് മുന്നിൽ.